ഗ്ലോബൽ ഗാർഡനിലെ ഓട്ടോമൊബൈൽ സെക്ടറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ ഗാർഡനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ബിഗസ്റ്റ് സെയിൽ നടന്നേക്കുന്നത്, ഫസ്റ്റ് സിംഗിൾ സെയിലായിട്ട് നടന്നേക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള വർഗീസ് സാറ് ഇതിലൂടെ മെർസിഡീസ് ബെൻസ് മേടിച്ചാണ്. 98 lakhs മെർസിഡീസ് ബെൻസ് ഗ്ലോബൽ ഗാർഡൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം മേടിച്ചു. അദ്ദേഹത്തിന് അതിന്റെ എക്സ് ഷോറൂം പ്രൈസ് ആയ 77 lakhs കോയിൻസ് ആണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. അപ്പോൾ ഒരു 7-8 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കാർ ഡിസ്പോസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബൈ ദാറ്റ് ടൈം ഈ 77 ലക്ഷം കോയിനും കൺവേർട്ട് ആയിട്ട് ക്യാഷ് ആയിട്ടുണ്ടാവും. സോ ഹി വിൽ ബി ഏബിൾ ടു പർച്ചേസ് അപ്ഗ്രേഡ് ടു എ ന്യൂ മോഡൽ വിത്തൗട്ട് സ്പെൻഡിങ് എനി സിംഗിൾ മണി. അതുപോലെ ഗ്ലോബൽ ഗാർഡനിൽ നമ്മൾക്ക് ഗോൾഡ് പർച്ചേസ് ഒക്കെ ചെയ്യാം. കേരളത്തിലോട്ട് വന്നാൽ ജോയി ആലുക്കാസ്, മലബാർ ഗോൾഡ്, കല്യാൺ ജുവലേഴ്സ്, ജോയി ആലുക്കാസ്, ജോസ് ആലുക്കാസ്, പോല ആലുക്കാസ് ഒക്കെ ഓൾറെഡി ഗ്ലോബൽ ഗാർഡനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പം അതിലൂടെ നടക്കുന്ന നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗോൾഡിന്റെ എമൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ബാക്കും റിവാർഡ്സും കിട്ടും. ഇപ്പൊ നമുക്ക് കാണാം അതിൻ്റെ അകത്ത് ഒരു 25 ലക്ഷം രൂപയുടെ ഒരു ഗോൾഡ് പർച്ചേസ് ജോയി ആലുക്കാസിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു യൂസർ പർച്ചേസ് ചെയ്തതിന്റെ ഫോട്ടോയാണ് അതിൻ്റെ അത് കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം രൂപയ്ക്ക് 25 ലക്ഷം രൂപയുടെ കോയിൻസും അതിന്റെ അദ്ദേഹം സെലക്ട് ചെയ്തേക്കുന്ന ക്യാഷ് ബാക്ക് അനുസരിച്ചിട്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആണെങ്കിൽ അറൌണ്ട് 50,000 മോർ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ആയിട്ടും അദ്ദേഹത്തിന് കിട്ടും. അല്ലെങ്കിൽ 250 UPVs ആയിരിക്കും അദ്ദേഹത്തിന് ജനറേറ്റ് ആണ്. ഓരോ UPVയും ഈസ് വർത്ത് ഗിവിംഗ് ദം 1 കോടി വരെയുള്ള റിട്ടേൺസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ഓരോ UPV. വിൽ ഗിവ് റിട്ടേൺസ് ടു ദം. പിന്നെ ട്രാവൽ സെക്ടറിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യുപോസിലൂടെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ്സ്, ബസ് ടിക്കറ്റ്സ്, ഹോട്ടൽസ്, റിസോർട്ട്സ് ഒക്കെ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാം. അതിലൂടെ അവർ കസ്റ്റമേഴ്സിന് അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ 2% മുതൽ 100% വരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിവാർഡ്സും ക്യാഷ് ബാക്കും അവൈലബിൾ ആണ്. പിന്നെ നമുക്കറിയാം ഇപ്പം പണ്ടത്തെ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. നമ്മളിപ്പം നമ്മൾ പഠിച്ച് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന കുട്ടികളൊക്കെ ജോബ് അന്വേഷിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അപ്പം അവരെ ഒരു ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആയിട്ട് എങ്ങനെ വളർത്താമെന്നുള്ളതിനുള്ള ഒരു സ്റ്റെപ്പാണ് ഗ്ലോബൽ ഗാർഡൻ എടുത്തേക്കുന്നത്, സ്റ്റുഡന്റ് പ്രണർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇതിലൂടെ നമ്മൾ ഫൈനൽ ഇയേഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ഓൺടർപ്രണർഷിപ്പ് പ്രദാനം ചെയ്തുകൊണ്ട് അവരെ ഡിജിറ്റൽ വേൾഡിലെ അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയും അതിനുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുകയും അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും പ്രദാനം ചെയ്യുന്ന ഒരു കോളേജുകളും സ്കൂളുകളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഓൾ സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ബിക്കം എ ഓൺടർപ്രണർ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സ്റ്റുഡന്റ് പ്രണർ എന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്കൂളുകളൊക്കെ ആയിട്ട് ഗ്ലോബൽ ഗാർഡനും ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്കൂളുകളൊക്കെ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, കോളേജുകൾ ടൈപ്പ് ആകുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പം നമ്മുടെ തൊടുപുഴയുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ടൈപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബ്യൂട്ടി സലൂൺസ്, നമുക്ക് ഗ്രോസറി സ്റ്റോറുകൾ, അഡ്വക്കേറ്റ്സ്, ഹോസ്പിറ്റൽസ്, ലബോറട്ടറീസ്, അങ്ങനെ മെഡിക്കൽ ഷോപ്പുകൾ, നമുക്കറിയപ്പെടുന്നതായിട്ടുള്ള ബിസിനസ് നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഏത് സ്ഥാപനത്തിനും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ഗ്ലോബൽ ഗാർഡനുമായിട്ട് ടൈപ്പ് ആയിട്ട് വെൻ്ററാകാം. അവർക്ക് ഗ്ലോബൽ ഗാർഡനോടുള്ള ബിസിനസ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്.